അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ച. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ VIP ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് പുലർച്ചെ 1:45 മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിലവിലുള്ള ചികിത്സ തൃപ്തികരമെന്നും സംഘം വിലയിരുത്തി. തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകർ അണിനിരന്ന നൃത്ത പരിപാടി കാണാനായി സ്റ്റേഡിയത്തിലെത്തിയ ഉമാ തോമസ് MLA മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായുമ്പോൾ VIP സുരക്ഷയ്ക്കായി ഒരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ വീഴുകയായിരുന്നു. ബാരിക്കേഡിന്റെ സ്ഥാനത്ത് ക്യൂ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റിബൺ കെട്ടിവച്ചായിരുന്നു നിർമ്മാണമെന്നും ആരോപണമുണ്ട്. താഴെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചു വീണ MLAയെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർ ചികിത്സയ്ക്കായി ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. CT സ്കാൻ, MRI സ്കാൻ അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. വീഴ്ചയിൽ വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റെന്നും തലച്ചോറിൽ മുറിവുണ്ടായെന്നും നട്ടലിന് പരുക്കുണ്ടെന്നും കൊച്ചി റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ നേരത്തെ പറഞ്ഞിരുന്നു. ഭയപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളൊന്നുമില്ലെന്നും ശുഭകരമായ വാർത്തയാണ് ലഭിക്കുന്നതെന്നും ഉമാ തോമസിനെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതെല്ലാം പിന്നീട് പരിശോധിക്കാമെന്നും ഇപ്പോൾ ഞങ്ങളുടെ പരിഗണന ഏറ്റവും മികച്ച ചികിത്സ ഉമാ തോമസിന് നൽകുക എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൊച്ചി DCP KS സുദർശൻ വ്യക്തമാക്കി. തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയ യുവാവിന് കാട്ടാന ആക്രമണത്തിൽ ദാരുണാന്ത്യം. ഇടുക്കി മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ 3 മണിയോടെയാണ് സംഭവം. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് അമർ ഇലാഹിയും കുടുംബവും. കാട്ടാനയുടെ ആക്രമണത്തിൽ അമർ ഇലാഹിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമർ ഇലാഹി കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പറഞ്ഞ മന്ത്രി പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും സർക്കാർ വിഷയം ഗൌരവകരമായാണ് എടുത്തിരിക്കുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. കുടുംബത്തിന് 4 ലക്ഷം രൂപ നൽകുമെന്ന് ഡീൻ കുര്യാക്കോസ് MPയും അറിയിച്ചു. ദക്ഷിണ കൊറിയയിൽ ലാൻഡിംഗിനിടെ ഉണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 179 പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 പേരെ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ടത്. അതിദാരുണമായ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനിയായ ജെജു എയർലൈൻസ് രംഗത്തെത്തിയതിന് പിന്നാലെ സംഭവത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കമ്പനി CEO കിം ഈബെ പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റും നൊബേൽ സമ്മാന ജേതാവും ഡെമോക്രാറ്റ് നേതാവുമായിരുന്ന ജിമ്മി കാർട്ടർ അന്തരിച്ചു. തന്റെ 100ാമത്തെ വയസ്സിലായിരുന്നു അന്ത്യം. 1977 മുതൽ 1981 വരെയായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായത്. ജീവിത പങ്കാളിയായിരുന്ന റോസലിൻ കഴിഞ്ഞ നവംബറിൽ അന്തരിച്ചു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങി. ബീഹാർ ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തുണ്ടായിട്ട് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് സൌഹൃദ സന്ദർശനം പോലും നടത്തിയില്ല. മന്ത്രിമാരും പോയില്ല. ചീഫ് സെക്രട്ടറിയും കളക്ടറും രാജ്ഭവനിൽ എത്തി. മലയാളത്തിൽ യാത്ര പറഞ്ഞാണ് ഗവർണർ മടങ്ങിയത്. കേരളവുമായുള്ള ബന്ധം ആജീവനാന്തം തുടരുമെന്നും കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം ഉണ്ടാകുമെന്നും
തന്ന സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയയക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിനിധി ചെല്ലാത്തത് ലജ്ജാകരമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. സംസ്ഥാന സർക്കാർ സാമാന്യ മര്യാദ പോലും കാട്ടിയില്ലെന്നും കേരളത്തിന്റെ ആതിഥ്യ മര്യാദയ്ക്ക് വിരുദ്ധമാണ് നടപടിയെന്നും അദ്ദേഹം വിമർശിച്ചു. വയനാട് പുനരധിവാസം വൈകില്ലെന്നും ജനുവരി ആദ്യവാരം ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിലെത്തിയതെന്നും അത് കോടതി അനുവദിച്ചിരുന്നെങ്കിൽ വലിയ പ്രതിസന്ധിയായേനെയെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെങ്കിൽ ഇ പി ജയരാജൻ പുതിയ പരാതി നൽകണമെന്ന് പോലീസ്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയെന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാനാകില്ലെന്നും ഇ പി പുതിയ പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നുമാണ് കോട്ടയം എസ്പിയുടെ റിപ്പോർട്ട്. സിപിഎമ്മിന് പരമ്പരാഗത വോട്ട് കുറയുന്നത് ബിജെപിയുടെ വോട്ട് വർധനവാണെന്നത് പരിഗണിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അതിനെ ആലങ്കാരിക പദപ്രയോഗങ്ങളിലൂടെ വിലയിരുത്തിയിട്ട് കാര്യമില്ലെന്നും ചർച്ചകൾ പുറത്തുവരുമെന്ന് കരുതി മിണ്ടാതിരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിശോധിച്ച് മറുപടി നൽകാൻ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്ന മിക്ക പരാതികളിലും നടപടിയില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ജോലികൾ ചെയ്തില്ലെന്നും അത് സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധനയിൽ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടിയിലാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പത്തനംതിട്ട സിപിഎം ജില്ലാ സമ്മേളനത്തിൽ പോലീസിന് വിമർശനം. പോലീസ് സ്റ്റേഷനിൽ സിപിഎംകാരനാണെങ്കിൽ ലോക്കപ്പ് ഉറപ്പാണെന്നും ബിജെപിക്കാരനാണെങ്കിൽ തലോടലാണെന്നുമാണ് വിമർശനം. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകർക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ മുതിർന്ന സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെയും വിമർശനം ഉയർന്നു. ബിജെപി നേതാവ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതല്ല പ്രശ്നമെന്നും ദല്ലാൾ നന്ദകുമാറുമായി ഇ പി ജയരാജന് എന്ത് ബന്ധമാണുള്ളതെന്നും പ്രതിനിധികൾ സമ്മേളനത്തിലെ ചർച്ചയ്ക്കിടെ ചോദിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വനം വകുപ്പ് ജീവനക്കാരായ 9 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥർ അനർഹമായ രീതിയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചത്. ഒരു ടൈപ്പിസ്റ്റ്, വാച്ചർ, 7 പാർട്ട് ടൈം സ്വീപ്പർമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സിപിഎം മംഗലാപുരം നേതൃത്വത്തിന്റെ പരാതിയിൽ ബിജെപിയിൽ ചേർന്ന സിപിഎം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മംഗലാപുരം പോലീസ് കേസെടുത്തു. ഏരിയ സമ്മേളനത്തിന്റെ ഫണ്ട് തട്ടിയെടുത്തെന്നാരോപിച്ചാണ് വിശ്വാസവഞ്ചന, തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരത്തെ ഓപ്പൺ ഡബിൾ ഡക്കർ സർവീസുകളുടെ മാതൃകയിൽ മൂന്നാറിലെ സഞ്ചാരികൾക്കായി കെഎസ്ആർടിസി റോയൽ വ്യൂ എന്ന പേരിൽ മൂന്നാറിൽ ഡബിൾ ഡക്കർ സർവീസ് ആരംഭിക്കും. സർവീസിന്റെ ഉദ്ഘാടനം ഡിസംബർ 31 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ആനയറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടക്കും. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് പുതിയ കാർ വാങ്ങുന്നതിന് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ കുറിപ്പും പുറത്തുവന്നു. നിലവിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ഉപയോഗിക്കുന്ന കാർ മാറ്റേണ്ടതില്ല എന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടതോടെ ധനവകുപ്പ് വഴങ്ങുകയായിരുന്നു. നിലമ്പൂർ നഗരസഭയിൽ നിന്നുള്ള മാലിന്യം പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായി, തങ്കം ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലായി തള്ളിയെന്ന ആരോപണവുമായി പാലക്കാട് നഗരസഭ. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ശനിയാഴ്ച രാത്രി 11നും 4നും ഇടയ്ക്കാണ് പാലക്കാട് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത്. ലോറിയിൽ മാലിന്യം കൊണ്ടുവരുന്നതും പ്രദേശത്ത് തള്ളുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിലൂടെ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
യു പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ FIRന്റെ പകർപ്പ് പുറത്ത്. കനിവ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് FIRൽ പറയുന്നു. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. മകനെതിരെ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ MLA രംഗത്ത് എത്തിയിരുന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ചട്ടം മറികടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് വിജ്ഞാപനമിറക്കി. 94 തസ്തികകളിലേക്കാണ് നിയമനം. 40 വെറ്ററിനറി സർവകലാശാലയിൽ അധ്യാപക നിയമനത്തിനുള്ള പ്രായപരിധി. എന്നാൽ വിജ്ഞാപനത്തിൽ 50 വയസ്സാണ് കാണിച്ചിരിക്കുന്നത്. 2014 പ്രായ ഇളവ് നൽകി സർവകലാശാലയിൽ നിയമനം ലഭിച്ച 7 അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് ജോലി നഷ്ടമായിരുന്നു. സിനിമ സീരിയൽ നടൻ ദിലീപ് ശങ്കറെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം വ്യക്തമായിട്ടില്ല. അമ്മ അറിയാതെ, സുന്ദരി, പഞ്ചാഗ്നി എന്നിവ അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച താരമാണ്. സീരിയൽ അഭിനയത്തിനായാണ് ഇദ്ദേഹം ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാണ് വിവരം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി ഭരണഘടനാ സംരക്ഷണ പ്രചാരണ പരിപാടികൾ തുടങ്ങുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപകമായി ഭരണഘടനയുടെ ആമുഖം വായിക്കുമെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ 75.com എന്ന വെബ്സൈറ്റ് ഒരുക്കുമെന്നും പൌരന്മാരെ ഭരണഘടനയുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കലാ, കായിക, സിനിമാ രംഗത്തെ ഇന്ത്യയുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചും ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിലെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തി. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങിലെ ഇരിപ്പിട വിവാദത്തിൽ മറുപടിയുമായി BJP. ക്രമീകരണങ്ങൾ സജ്ജമാക്കിയത് ആർമിയാണെന്നാണ് വിശദീകരണം. മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് അർഹിക്കുന്ന പരിഗണന നൽകിയെന്നും പ്രധാനമന്ത്രി അടക്കമുള്ളവർക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾക്കും ഇരിപ്പിടം നൽകിയെന്നും കൂടാതെ സംസ്കാര സ്ഥലത്തെ ഇടം സൈനികർ കൈയടക്കിയെന്ന വാദം തള്ളുന്നതായും BJP നേതൃത്വം വ്യക്തമാക്കി. സംസ്കാരവേളയിൽ കുടുംബത്തെ അവഗണിച്ചതായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം യമുന ഘട്ടിൽ നിമജ്ജനം ചെയ്തു. ഗുരുദ്വാര മജ്ന ഘട്ടിക്ക് സമീപമുള്ള യമുന ഘട്ടിയിലാണ് അസ്ഥി ഒഴുക്കിയത്. മുസ്ലിങ്ങൾ പുതുവത്സരാഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൌലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി ഫത്വ പുറപ്പെടുവിച്ചു. ആശംസകൾ നേരുന്നതും പരിപാടികൾ സംഘടിപ്പിക്കുന്നതും പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്നും അതിനാൽ ഇത്തരം ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ലെന്നും റസ്വി വ്യക്തമാക്കി. 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO ആദ്യമായി കൂട്ടിച്ചേർക്കുന്ന അതിസങ്കീർണ ഡോക്കിംഗ് പരീക്ഷണം ഇന്ന്. സ്പെയ്ഡെക്സ് എന്നാണ് ഈ ദൌത്യത്തിന് പേരിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9:58 ഇരട്ട പേടകങ്ങളുമായി ഇസ്രോയുടെ PSLV C-60 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരുന്നത്. കസാക്കിസ്ഥാനിൽ അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്നത് റഷ്യയിൽ നിന്ന് വെടിയേറ്റതിനെ തുടർന്നാണെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ്. വിമാന അപകടത്തിന്റെ കാരണം മറച്ചുവെക്കാൻ റഷ്യ ശ്രമിച്ചുവെന്നും വിമാന അപകടത്തിൽ റഷ്യ കുറ്റം സമ്മതിക്കുകയും സൌഹൃദ രാജ്യമായി കണക്കാക്കപ്പെടുന്ന അസർബൈജാനോട് ക്ഷമാപണം നടത്തുകയും വേണമെന്നും പ്രസിഡന്റ് അലിയേവ് കൂട്ടിച്ചേർത്തു. മണിപ്പൂരിനെ വീഴ്ത്തി കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ. സെമിയിൽ 1-5 ഗോളുകൾക്കാണ് കേരളം മണിപ്പൂരിനെ തകർത്തെറിഞ്ഞത്. ഡിസംബർ 31 നടക്കുന്ന ഫൈനലിൽ കേരളം പശ്ചിമ ബംഗാളിനെ നേരിടും. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി. ജംഷഡ്പൂർ FC ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴടക്കി. ലീഗിൽ കേരളം ഇപ്പോൾ 10ാം സ്ഥാനത്താണ്. വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടമണിഞ്ഞു. കൊനേരു ഹംപിയുടെ 2ാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് ഇത്. 11ാം റൌണ്ടിൽ ഇന്തോനേഷ്യൻ താരത്തെയാണ് കൊനേരു ഹംപി തോൽപ്പിച്ചത്. 2 തവണ ലോക റാപ്പിഡ് ചാമ്പ്യനാകുന്ന 2ാമത്തെ വനിതയാണ് ആന്ധ്രാപ്രദേശുകാരിയായ കൊനേരു ഹംപി. ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ 4ാം ദിനം 2ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസെടുത്ത ഓസീസിന് 333 റൺസിന്റെ ലീഡ്.
നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 105 റൺസിന്റെ ലീഡ് വഴങ്ങി 369 റൺസിന് അവസാനിച്ചിരുന്നു. നാലാം ദിനം 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് 11 റൺസ് കൂടിയേ കൂട്ടിച്ചേർക്കാനായുള്ളൂ. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 91-ന് 6 എന്ന നിലയിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ 7-ാം വിക്കറ്റിൽ 70 റൺസെടുത്ത ലബുഷീനും 41 റൺസെടുത്ത കമ്മിൻസും ചേർന്ന് 57 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി. ഇരുവരെയും പുറത്താക്കിയതിനു ശേഷം 173 റൺസിൽ ഇന്ത്യ ഓസീസിന്റെ 9-ാം വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും നദാൻ ലയണും അവസാനക്കാരൻ സ്കോട്ട് ബോളണ്ടും ചേർന്ന 10-ാം വിക്കറ്റ് കൂട്ടുകെട്ട് 4-ാം ദിനം പൊളിക്കാൻ ആയില്ല. അവസാന സെഷനിലെ 18 ഓവറുകളോളം പിടിച്ചുനിന്ന ഇരുവരും 55 റൺസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 54 പന്തുകൾ നേരിട്ട ലയൺ 41 റൺസോടെയും 65 പന്തുകൾ കളിച്ച ബോളണ്ട് 10 റൺസോടെയും ക്രീസിലുണ്ട്. വിക്കറ്റ് നേട്ടത്തിൽ ഡബിൾ സെഞ്ചുറി നേടി ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. ബോർഡർ ഗാവസ്കർ പരമ്പരയിലെ പ്രകടനത്തോടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 200 വിക്കറ്റുകളെന്ന നാഴികക്കല്ല് ജസ്പ്രീത് ബുംറ പിന്നിട്ടത്. മെൽബണിൽ നടക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ 4-ാം ദിനം ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയതോടെയാണ് ബുംറ 200 വിക്കറ്റ് തികച്ചത്. ഇതോടെ ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് ബുംറ സ്വന്തമാക്കി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ച് ദക്ഷിണാഫ്രിക്ക. പാകിസ്ഥാനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിലെ വിജയത്തോടെയാണ് ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കലാശപ്പോരിലേക്ക് പ്രവേശിച്ചത്. ഫൈനലിൽ ഓസ്ട്രേലിയയോ ഇന്ത്യയോ ആയിരിക്കും എതിരാളികൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.